അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നിസ്കാരത്തിൽ മുസ്ഹഫ് നോക്കിയിട്ട് ഓതാൻ പറ്റുമോ? പൊതുവെ തറാവീഹ് നിസ്കാരങ്ങളിലാണ് ഇത് കാണാറുള്ളത്. ചില പള്ളികളിലൊക്കെ ഇമാമുമാർ മുസ്ഹഫ് നോക്കി പാരായണം ചെയ്യാറുണ്ട്. അതിന് വിരോധമൊന്നുമില്ല. നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവർക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് ദക്വാൻ റഹിമഹുല്ല, ആയിഷ ബീവിയുടെ മൗലയാണ്, മോചിപ്പിക്കപ്പെട്ട അടിമയാണ്. അദ്ദേഹം മുസ്ഹഫ് നോക്കിയിട്ടാണ് പാരായണം ചെയ്തിരുന്നത്. അപ്പോൾ ഇത് രാത്രി നിസ്കാരത്തിൻ്റെ വിഷയമാണ്. ഫർള് നിസ്കാരങ്ങളെ പോലെയല്ലല്ലോ, കുറച്ചുകൂടിയൊക്കെ സുദീർഘമായിട്ട് പാരായണം ചെയ്ത് നിസ്കരിക്കുന്ന നിസ്കാരമാണ് രാത്രി നിസ്കാരം. അപ്പോൾ ഒരാൾക്ക് ഹിഫ്ളില്ല എങ്കിൽ മുസ്ഹഫ് നോക്കി ഓതുന്നതിന് വിരോധമൊന്നും ഇല്ല. എന്നാൽ ഫർള് നിസ്കാരമാണെങ്കിൽ നോക്കി ഓതുന്നത് നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. 4 മദ്ഹബുകളുടെ കൂട്ടത്തിൽ ഒരു മദ്ഹബായ ഹനഫി മദ്ഹബ് അവർ പറഞ്ഞത്, ഒരാൾ ഫർള് നിസ്കാരത്തിൽ മുസ്ഹഫ് നോക്കിയിട്ടാണ് ഓതുന്നതെങ്കിൽ അവരുടെ നിസ്കാരം ബാത്തിലാണെന്നാണ്. എന്നാൽ ജുംഹൂറിൻ്റെയും അഭിപ്രായം, ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം, നിസ്കാരം സ്വീകാര്യോഗ്യമാണ്, എന്നാൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫർള് നിസ്കാരത്തിൽ അവിടെ നമുക്ക് അറിയുന്ന ഭാഗങ്ങൾ ഓതിയാൽ മതി. ചെറിയ അധ്യായങ്ങളോ അല്ലെങ്കിൽ 3-4 ആയത്തുകളൊക്കെ നമുക്ക് ഹിഫ്ളുള്ളത് ഓതാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ഒരാൾ മുസ്ഹഫ് നോക്കി ഓതി എന്നുകൊണ്ട് അയാളുടെ ഫർള് നിസ്കാരം ബാത്തിലാകുന്നല്ല. ഫർള് നിസ്കാരം സ്വീകാര്യോഗ്യമാണ്, എന്നാൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സുന്നത്ത് നിസ്കാരത്തിൽ കുറച്ചുകൂടി വിശാലമാണ്, എന്നാൽ ഫർള് നിസ്കാരത്തിൽ അത് ഒഴിവാക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇമാം നിൽക്കുന്ന ആൾക്കാരൊക്കെ മാക്സിമം ഹിഫ്ള് തന്നെയാണ് നോക്കേണ്ടത്. കാരണം ഈ പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ മുസ്ഹഫ് നോക്കി ഓതുക എന്നുള്ളത് എന്തോ ഒരു അപരാധമായിട്ട്, തെറ്റായിട്ട് കാണുന്നവരുണ്ട്. അവർക്ക് ഈ മസാലയൊന്നും അറിയില്ല, അതിൻ്റെ വിധി അറിയില്ല. അപ്പോൾ ഈ ഇമാം എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് നിസ്കരിക്കുന്നവരെ പോലെയാണ് പിന്നിലുള്ള മഅ്മൂം ഉണ്ടാവുക. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലത് ഹിഫ്ള് തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലേ, ഖുർആൻ്റെ പഠനം അള്ളാഹു എളുപ്പാക്കി തന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു അത് എളുപ്പാക്കി തരും. ഏതായാലും ചോദിച്ച വിഷയം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും.